എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇടിക്കണം. ഇനി മേലെ എവിടെ കണ്ട അതെ അതെ ഞാൻ സ്റ്റേഷനിലാണ്. അപ്പൊ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അതെ വൈഫിനെ വിളിച്ചോ, കാര്യങ്ങളൊക്കെ വൈഫ് ഡീൽ ചെയ്യും. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വൈഫിനെ വിളിച്ചോളൂ. വീട് പണിയുടെ എല്ലാ കാര്യങ്ങളും വൈഫ് ആയിട്ട്. വെക്കോ, എനിക്കൊരു കോൾ ഉണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, സാർ സാർ, ഓക്കെ സാർ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും പോലീസുകാർക്കാണ് കിടക്കപ്പുറത്തില്ലാത്തത്. കഷ്ടമാണ്. സാർ, ഹലോ. ഇപ്പം മേളിന്ന് വിളി വന്നതാ. അവിടെ DDT പാർട്ടിയുടെ എന്തോ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഫോഴ്സിന് വിടണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. തായിരിക്കും. ADGPയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. എന്താ സാറേ? ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാം. അല്ല, അത് വേണമല്ലോ, അത് ഉള്ളതാണല്ലോ. അല്ല, അതുണ്ട്. അത് മദ്യപിച്ച് വരുന്ന ആളിനെതിരെ മാത്രമല്ല, അവരുടെ മേലുദ്യോഗസ്ഥൻ ആരാണോ അവർക്കെതിരെ നടപടി എടുക്കാനാണ്. അതിന് നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ പേര് പലതും കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നം ഉണ്ടാക്കി, മദ്യപിച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് ADGPയുടെ ശ്രദ്ധയപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വന്നേക്കണം. അപ്പൊ ഈ കീഴുദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമത്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് മേലുദ്യോഗസ്ഥന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സാറേ, ഇതിപ്പോ ഇവിടെ വരുന്ന ക്രിമിനൽസിനെയും ഉള്ള പിടിച്ചുപറിക്കാരൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കൂടി നോക്കണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് സാറേ. ഒരു കണക്കിനാണ് സാറേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത് പോകണം. ഈ പറഞ്ഞ പോലെ 100 പ്രാരാബ്ധമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശീതള, സാനി പറയണൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പറ്റുമോ? നമുക്ക് മേളിൽ വേറെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പൊ അവര് തീരുമാനിച്ചിട്ട് അയക്കണതാണ് ഇതെല്ലാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. തന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രശ്നക്കാരുണ്ടാ? ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായി തനിക്കെതിരെ വല്ല നടപടി ഉണ്ടായിട്ട് എന്നോട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ആളുകൾ വരട്ടാരും വന്നിട്ടില്ല. ഹായ്, നമസ്കാരം. വിടമാട്ടെ സത്യജീവൻ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. പപ്പടപ്പടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരും മര്യാദക്കാരായിട്ടുള്ള ആൾക്കാരില്ല. എല്ലാം കഞ്ഞികളാണ്, ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിൽ പതുങ്ങി നിൽക്കും ഇവിടെയുള്ള ഈ പോലീസുകാർ, കഞ്ഞി പോലീസുകാർ പതുങ്ങി നിന്ന് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ അടിച്ചു മാറ്റലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, സത്യത്തിൽ ഇവൻ പോലീസ് ആവേണ്ട ആളല്ല, ഇവൻ തെങ്ങിന്റെ മുകളിൽ കയറേണ്ട ആളാണ്. ഇവൻ തെങ്ങ് കയറ്റക്കാരനാണ് ശരിക്കും.
ആ ആളെ പിടിച്ച് പോലീസുകാരനാക്കിയ ഇങ്ങനെ ഇരിക്കും. ആള് ഭയങ്കര സാറേ നമസ്കാരം. ഭയങ്കര കിഴങ്ങനാണ്, വൃത്തികെട്ടവനാണ്. ഇവനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇട്ടി കൊടുത്തോ. എന്നെ അവ ഇടിച്ചിട്ടുണ്ട്. സുഗതം പോലീസാണ്. സുഗതം പോലീസ് വന്നിട്ടുണ്ട്. അത് വേറൊരു പെരട്ട പോലീസാണ്. പെരട്ട പോലീസാണ്. ഞാൻ കാണിച്ചു. തിരക്കുടിക്കല അവിടെ കഴിച്ചിട്ടോ സാറേ? ഉണ്ടായിക്കടാ. അങ്ങൊന്നും കഴിച്ചില്ല സാറേ. വെള്ളടിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാന്നാണ്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉള്ളവന്റെ കളി പിടിച്ചകത്തിട്ടാലോ? വേണ്ട, വെറുതെ ചൊറിയാൻ കൊടുത്ത് ദേഹത്ത് തേക്കണ എന്തിനാണ്? പുള്ളിക്ക് എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെ പരിപാടി. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അകത്ത് പിടിച്ചിടാടോ. അകത്ത് പിടിച്ചിട്ട് അവിടെ ഇട്ട് വാളും വെക്കും, മൂത്രം ഒഴിച്ചിടും. അത് പിന്നെ ഞങ്ങൾ തന്നെ കഴുകേണ്ടി വരും. കൊടുത്താൽ അവിടെ ബോധം കെട്ട് വീണിട്ട് മനുഷ്യാവകാശ കമ്മിറ്റി പോകും. എന്തിനാ പണി കളയണ? മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പുതുസ്ഥലല്ല, ഞാൻ കളിക്കുന്ന എടാ എസ്ഐനോട് പറയാന്ന്. ക്രിക്കറ്റ് കളിച്ച സ്ഥലമാണ് സാർ. അത് ഞാൻ പറയാൻ പറഞ്ഞില്ല. മിണ്ടരുത്. കളിച്ചില്ല സാറേ, ഒന്നും കഴിച്ചില്ല ഞാൻ. സാറേ സോറി, പുറത്തിറക്ക. ഇല്ല, നോ പ്രോബ്ലം. സുഹൃത്തുക്കളെ, ഇതാ ഇപ്പൊ എന്നെ പിടിച്ച് തള്ളിയ ആളാണ് സുഗതം പോലീസ്. ആ പോലീസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിച്ച് ചെയ്ത് തുറന്ന് കാണിച്ചു തരാം. വിടില്ല ഞാൻ. വോയിസ് ഓഫ് സത്യശീലൻ. സാറേ സാർ, പൊതുസ്ഥലത്ത് മദ്യപിച്ച് രണ്ടാളെ കൊണ്ടുവന്നുണ്ട് സാർ. അവരങ്ങോട്ട് കടത്തിരുന്നു, ഞാൻ പണ്ട് വരാം. അതാ നിങ്ങളായിട്ട് സാറിന് കാവലേക്കാണ്. പോയ അവനോട് ജോലി ചെയ്യാതെ അവിടെ ഇരുന്നോളൂ. അത് മനസ്സിലായി. വനിതാ പോലീസല്ലേ? നീ നിന്റെ ഡ്യൂട്ടിയായി. ഉണ്ടൊക്കെ താത്തറ. എന്താ കാണിക്കണം? അവിടെ ഉറച്ചിരിക്കേ. സാറിനോട് പറഞ്ഞോ? സാറിനോട് പറഞ്ഞു. എന്താണ് ചെവിയില്? വീടിയാ? പൊട്ടിട്ടു സാർ. ഇരുന്നോട്ടെ. എവിടെ നമുക്ക് ഇവരെ? നമ്മുടെ LP സ്കൂളിന്റെ പിറകുവശത്തെ മതിലില്ലേ സാർ, ആ മതിലിന്റെ ബാക്കിൽ ഇരുന്നിട്ട് രണ്ടുപേര് പൊട്ടിച്ച് ഒഴിക്കാണ് ഇങ്ങനെ കഴിക്കാം. അപ്പഴാണ് പിടിച്ചത്. എന്താ ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ട് മദ്യം കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ല. ഞങ്ങൾ കഴിച്ചില്ല സാർ. പൊളിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് അപ്പോഴൊക്കെ സാറന്മാർ വന്നു, ഞങ്ങൾ അത് കളഞ്ഞു. കഴിച്ചിട്ടില്ല? പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്തിനാ? ആകാശത്തേക്ക് ഒഴിക്കാനോ? കുടിക്കാൻ തന്നെ. ഇപ്പൊ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? കഴിച്ചില്ലേ? ആ ബ്രീത്ത് അനലൈസർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തേ. കുടിച്ചിട്ടോ സാർ? കുഴപ്പമില്ല, കുടിക്കണ്ട. നോക്കട്ടെ കേട്ടോ. എന്താടാ പാല് കുടിക്കാൻ വന്നതാ? ഊതടാ. എന്താ കളിക്കാണോ? ഊതടയില്ലേ? മതി 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 മതി. ഊതി പറപ്പിക്കേണ്ടത് എപ്പോഴും കംപ്ലൈന്റ് ആണല്ലോ. ഇത് എപ്പോഴും ശരിയാവും. അത് അയാളോ ഊതിപ്പിച്ചേ. അത് കംപ്ലൈന്റ് ആണ്. അത് കംപ്ലൈന്റ് വരാൻ ഒന്നുകൂടി ഒരു കഷ്ടം ആലോചിച്ചു. ഇന്നലെ കൂടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അത് ശരിയാവാത്തത്? അല്ലാതെ അതെ, അത് കംപ്ലൈന്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ പോയിക്കോ. ബീവറേജിന് 600 രൂപ മേടിച്ച സാധനം രാഘവട്ടനെ വീട്ടിൽ പോയി കഴിച്ചോളാം. ആയിക്കോട്ടെ. എന്താണ് ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ രാഘവട്ടൻ നിനക്ക് 2 ബീഫ് റോസ്റ്റും കൂടി മേടിച്ചേ. ആയിക്കോട്ടെ. പോയടാ തല്ലുള്ളാ പോ. ഇവിടൊക്കെ മാന്യതാണിക്കാനുള്ള പ്രശ്നം. അല്ല സാറേ, അവര് ഊതിയത് ഇപ്പോഴും അതെന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിന്. അത് ഉണ്ടോന്നേ? ഒന്നും കൂടെ ഊതിയേ. ഒന്ന് ഊതിയേ. ഒന്നും കൂടെ ഊതിയേ. ഊതറ. കഴിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിച്ചത് കുറച്ച് ഓവറായിട്ട്
മേലും കൈയൊക്കെ ഭയങ്കര വേനയായപ്പോ രാവിലെ ഒരു സ്വല്പം. അതെ, എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. ADGPയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. ഇനി ഡ്യൂട്ടി ടൈമിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാൽ അയാൾക്കെതിരെ മാത്രമല്ല നടപടി എടുക്കുക, മേലുദ്യോഗസ്ഥർക്ക് വരെ പനിഷ്മെന്റ് ഉണ്ടാവും. അതിൽ ഈ പറയണത് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ട സുഗത. വല്ലാത്ത അവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, 10 പൈസയാണ് ഈ കയ്യിലില്ല. നട്ടം തിരിഞ്ഞിട്ടും നടക്കണത് എനിക്ക് ഇവരെ ബാധിക്കും. അതുകൊണ്ട് ഈ പറയണത് പറഞ്ഞ മനസ്സിലാവില്ല. ചെന്ന് ചെയ്യും. ഒരു ചാൻസ് കൊടുക്കിനി എന്താ? ഞാൻ എനിക്കല്ലേ പറ്റിക്കോട്ടെ എന്ന് കരുതിട്ടായിരുന്നു. പക്ഷെ എന്റെ മേലുദ്യോഗസ്ഥർക്ക് പറ്റുക ഞാൻ നിർത്തി. അത് തനിക്ക് മനസ്സിലാവാത്തോണ്ടായിരുന്നു. ഞാൻ നിർത്തി സാർ. സുധ, ഒരു കാര്യം പറഞ്ഞാൽ ഈ കളി നടക്കില്ല കേട്ടോ. സീരിയസ് ആയിട്ടാ പറഞ്ഞ, ഈ കളി നടക്കില്ല. നിർത്തി സാർ. വലിയ വിഷയമാണ് കേട്ടോ. ഇല്ല, ഉണ്ടാവില്ല സാർ. വല്ല കാര്യം ഉണ്ടാവും രാവിലെ. സുഖി, താൻ എപ്പോഴും ഈ മേശ താങ്ങിയാണ് നിൽക്കണമെന്നില്ല. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ സുഗതന്റെ നേരെ ഒരു കണ്ണു വേണം. ഓക്കെ സർ. ആ, ഞാൻ വരുമ്പോ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സാറേ, എന്ത് വൃത്തികേടായി കാണിക്കണത്? ഉണ്ടല്ല ആരാണ്? ഇത് ശീതള സാറിനോട് പറഞ്ഞോളൂ. വിളിക്ക്. ഞാൻ വിളിച്ചോളാം. ഇറങ്ങ പുറത്തേക്കാണ്. എന്താ അതിൻ്റെ ഉള്ള പരിപാടി? വയറിന് തീരെ സുഖമില്ല. രാവിലെ തൊട്ടിട്ട് ഭയങ്കര. അന്റെ പോക്കറ്റിലെന്താ? ഒന്നുമില്ല. ആ പോക്കറ്റിലെന്താ? എടുത്തേ. വയറിന് സുഖമില്ലാത്ത കാരണം അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കടല് തന്നെയാണ് അല്ലേ? സുഖി, അതിന്റെ ഉള്ളിൽ നോക്കി. ഒന്നുമില്ല. ഇല്ലേരിക്കണ്ട, ഇല്ലേരിക്കണ്ട. ആ ഗ്ലാസ് കൊടുത്തോ. അടുത്തേ. എന്താ സാറേ സാറേ, ഇത് വയറിന് സുഖമില്ലാത്തന്നെ മരുന്നാവൂല അത് അല്ലേ? അല്ലേ സുധ? എത്രയെന്ന് വിചാരിച്ചു വേണോ തന്നോട് പറയാം? നാണം വേണ്ടോ മനുഷ്യരായ? താൻ എന്തേ കാണിക്കണേ? രാവിലെ ആയി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടയ്ക്കുക സാർ. ലാത്തി പിടിക്കാൻ പറ്റുന്നില്ല. താൻ ഈ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോ എന്റെ പണി വരുന്നത് എനിക്കാ. ആരും അറിയാണ്ട കുടിക്കാം സാർ. സുഹൃത, വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ. സംഗതി നിങ്ങളുടെയൊക്കെ സീനിയർ ഓഫീസർ തന്നെയാണ് ഞാൻ. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് അറിയില്ല. നിങ്ങളൊക്കെ കഷ്ടമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. സാർ, ഞാൻ കുറെ നാളായിട്ട് എന്നും കഴിക്കുന്നു. പക്ഷെ ഒരാളും അറിയില്ല. ഇതിപ്പോ എങ്ങനെയാ? അതെ, അതെങ്ങനെയെന്നുള്ളല്ലോ വിഷയം സുഹൃത. അതെങ്ങനെയെന്നുള്ളല്ലോ. താൻ ഇത് നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടോ? നിർത്തണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് സാറേ. താൻ ഡി അഡിഷൻ സെന്ററിൽ പോവുക. അവിടെ ഒരു 10-25 ദിവസം അങ്ങോട്ട് നിൽക്കുക. അപ്പൊ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോ താൻ ഈ മദ്യപാനം അങ്ങോട്ട് നിർത്തി നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വരും. എന്താ ചെയ്യാ സാർ? ഇനി തന്നെ നേരാക്കിയിട്ടുള്ള പരിപാടി അവിടെ ഉള്ളൂ സാർ. വിളിച്ചോ സാർ. അത് ഞാൻ അത് അതെന്താ ഇതെന്തായാലും ചെയ്തോളാം. കളഞ്ഞത്. ആ, സാറ് പോയിക്കോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അണക്കാൻ വെച്ചിട്ടുണ്ട്. അണക്കിണക്കല്ല, ഇങ്ങോട്ട് നടക്ക്. അണക്കണ്ട സാറിന് അവിടെ. അത് ഞാൻ കളഞ്ഞോളാം. ഇത് തുടങ്ങിയതാണ്. ഇതാര് സുധൻ സാറെ ഇപ്പൊ എത്തി? ആ, മിടുക്കനായല്ല. ഞാൻ ഇന്നലെ വന്നു. അത് ശരി. സാറാത്തുണ്ട്. ഞാൻ വിഷം മാറിയിട്ട് അന്ന് വേമ്പ ഞാൻ പറയാന്നാ. കുറിയൊക്കെ തൊട്ട്. അതേ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നീ അവിടെ നിക്കട്ടാ. വിളിക്കാം.
സാർ ഞാന് ഇന്നലെ രാവിലെ എത്തി. അത് ശരി. ഒരു 15 ദിവസം പോയതറിഞ്ഞില്ല സാർ. ഇന്നലെ വീട്ടിൽ വന്നപ്പോ വൈഫിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നൊരു സന്തോഷം ഇപ്പോഴാണ് ഞാൻ അറിയണേ. സാറിനോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ വൈകുന്നേരം വൈഫിനും കുട്ടികളായിട്ട് ഞാൻ പാർക്കിലൊക്കെ ഒന്ന് പോയി സാർ. കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷം കാണണം. സാർക്ക് ഞാനൊരു ഒരു പാർട്ടി തരുന്നുണ്ട്. അല്ല സാറേ, ഇതൊന്നും ഇല്ല കേട്ടോ. മറ്റന്നാൾ ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ്. വൈഫായിട്ട് വരണം. നല്ലൊരു വിരുന്ന് സൽക്കാരത്തിലൊക്കെ കൂടി സന്തോഷത്തിൽ പങ്കുചേർന്ന് പോകണം. ഓക്കെ. ഉഷാറായല്ലോ ഒരു മാസം കൊണ്ട്. ആവിന്റെ സുതിയെ ഞാൻ പോയിട്ട് എത്ര ദിവസമായിട്ട് അവിടെ? 10-25 ദിവസമായില്ലേ? ഞാൻ പോണെന്ന് ഈ മേശയും ചാരിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ. കാല് കഴിക്കണമെന്നില്ലേ? സാറ് കള്ളുകൂടിയൊക്കെ കൃത്യം നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്, ചുള്ളനായി. ചിലർക്ക് നന്നാവണമെന്ന് തോന്നണമെങ്കിലേ മറ്റു ചിലർ വിചാരിക്കണം. ശീതളൻ സാർ അന്ന് എന്നെ അവിടെ കൊണ്ട് അക്കൗണ്ട് കണ്ട. ഇപ്പൊ ഒരു സുഖമുണ്ട്. കുടുംബം എന്താ, ജീവിതം എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്. ഞാൻ ഈ സന്തോഷ വാർത്ത സാറിനോട് പറയാൻ വേണ്ടിയിട്ടാ വന്നത്. സാറ് മുഖത്തൊരു ഭാവം കാണിക്കാണ്ട് ആകെ വിഷമിച്ച് ഒരു മൈൻഡും ചെയ്യാണ്ടിരിക്കുകയാണല്ലോ. എന്താ സാറിന് പറ്റി? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? നമ്മുടെ സാറിന്റെ വീടിന്റെ ഹൗസ് വാമിങ് ഈ വരുന്ന 28-ന് വെച്ചിരുന്നാണല്ലോ. അതെ, അന്ന് അത് പോണം. അതിന് നടക്കൂല. എന്തേ? അത് ഈ സാറിന്റെ വൈഫ് ഉണ്ടല്ലോ, ഈ വീട് പണി നടത്തിയ എഞ്ചിനീയറില്ലേ, പുള്ളീന്റെ കൂടെ ഒളിച്ചോടി പോയി. അവിടേക്ക് പോയാട്ടി അങ്ങനെ കേട്ടെ. അതാണ് കറക്റ്റ് കേട്ടാ. അപ്പൊ അവിടേക്കും പോയില്ല ഇവിടേക്കും പോയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സുഹൃത്തുക്കളെ, അയ്യടാ പോയല്ല, പോരുത് ഇങ്ങോട്ട് കയറി വരണം സാറേ, കയറി വരണം. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് സത്യശീലനാണ്. ഒരുപാട് പോലീസ് സ്റ്റോറികൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതേ സത്യശീലൻ. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പറയാൻ പോണത്. അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഞാനിത് ഒന്നും കൂടി മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് തരാം. എന്താ സാറേ ഈ കാണിക്കണേ? ഇതേ ഒന്ന് ആൾക്കാർ കണ്ടോട്ടെ. അല്ല പിന്നെ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ SI ആണ്. പപ്പടപ്പടി SI ആണ് ഈ കിടക്കുന്നത് സാറേ. അതെ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഒരു തുള്ളി സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാൻ നമുക്ക് അവകാശമില്ല. അത് നമ്മൾ വെച്ച് യാത്ര ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അപ്പതാ ഇവനൊക്കെ വന്ന് പിടിക്കും. ഇപ്പതാ ഡ്യൂട്ടി സമയത്ത് ഇവിടെ വന്ന് കള്ളു കുടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കാണ് സാറേ. നമ്മുടെ ഓഡിയന് വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പോലീസ്, ഇതാണ് ഒറിജിനൽ പോലീസ്, ഇത് താണ്ട പോലീസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു പോലീസുകാരന്റെ നൊമ്പരങ്ങളുമായി. വോയിസ് ഓഫ് സത്യശീലൻ. വീട്ടിൽ ഞാൻ